ഹലോ ഗായ്സ്, ബബിൾ വാസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ആദ്യം നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ചാനൽ മാക്സിമം ഷെയർ ചെയ്യുക. വ്യൂസൊക്കെ കയറുന്നുണ്ട്, ഇൻഷാല്ലാ ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട് സപ്പോർട്ടൊക്കെ. പിന്നെ തുടങ്ങിയിട്ടുള്ള ഒറ്റയടിക്ക് എന്താ പറയുക, എന്തായാലും 1 മില്യണും ഇതൊന്നും ആവില്ലല്ലോ. നമ്മൾ ഇങ്ങനെ മല്ലിച്ച് കയറിയാൽ എന്തായാലും ഈ സപ്പോർട്ട് ഉണ്ടായാൽ മതി. അപ്പോൾ ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോട്ടെ. ഇതന്നെ ഞാൻ എത്രാമത്തെ 3-4 ടേക്ക്, അത് തെറ്റുകൊണ്ടോ ഇതായോണ്ടൊന്നുമല്ല, കൂടുതൽ ലെങ്ത് ആവും. ഞാൻ പറഞ്ഞു തുടങ്ങിയാൽ ഒരു ഇതിൽ തുടങ്ങിയിട്ടുണ്ടാവും, എന്നെ പറഞ്ഞു വേറെ ഒരിക്കലും എത്തും. എനിക്ക് സിംഗിൾ ഷോട്ടിലാണ് ഇരിക്കുന്നത്, കാരണം എനിക്ക് അധികം എഡിറ്റ് ചെയ്യാൻ ഇതിനാക്കാനൊന്നും സമയമൊന്നുമില്ല. കാരണം അപ്പോൾ ഒരു പാർട്ട് ടൈം ജോബും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം തന്നെ സമയം 2 മണിയാണ്, 2 മണിക്കാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഒരൊറ്റ സിംഗിൾ ഷോട്ടിൽ ഇതാക്കാന്ന് വെച്ചിട്ടാ. പിന്നെ ഈ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ യൂട്യൂബിൽ ഇടുന്ന വീഡിയോസും കാര്യങ്ങളും. അപ്പോൾ എന്താ വെച്ചാൽ, ഞാൻ അഡ്മിഷൻ്റെ കാര്യം എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ചപ്പോൾ, അതായത് അഡ്മിഷൻ്റെ കാര്യം ഇങ്ങനെ +2 സ്റ്റുഡൻസിനോട് തന്നെ സംസാരിച്ചപ്പോൾ ഒരു പറഞ്ഞ് +2 റിസൾട്ട് വന്നിട്ടില്ലല്ലോ, എക്സാം എഴുതിയിട്ടില്ലല്ലോ, ഞാൻ എങ്ങനെ അഡ്മിഷൻ ഇപ്പം തന്നെ എങ്ങനെ അഡ്മിഷനെ കുറിച്ച് ചിന്തിക്കണം എന്തിനാന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറയട്ടെ, അതായത് ഒരു കാര്യം പറഞ്ഞാൽ, ഈ +2 മാർക്ക് ബേസ്ഡ് അല്ല നിങ്ങൾക്ക് ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നത്. ഇനിയിപ്പോൾ മെറിറ്റിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പറഞ്ഞ നിങ്ങൾ പ്രൊഫഷൻ ചൂസ് ചെയ്ത പ്രൊഫഷന് എങ്ങനെ എടുക്കുന്നതെന്ന് വെച്ചാൽ, എൻട്രൻസ് അതിൻ്റേതായ എൻട്രൻസ് ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ MBBS ഒക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ നീറ്റ്, പിന്നെ അതുപോലെ എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ കീം, അതുപോലെ എൻട്രൻസ് വൈസ് ഉണ്ട്. ആ എൻട്രൻസ് ടെസ്റ്റിന് അപ്ലൈ ചെയ്തുകൊണ്ട് അതിൻ്റെ എക്സാം ചെയ്തതിൻ്റെ റിസൾട്ട് വന്നുകൊണ്ട് അതിനാണ് നിങ്ങൾ സ്കോർ ചെയ്യേണ്ടത്. ഇപ്പോൾ +2 മാർക്ക് എന്തിനാണ്, +2 എക്സാം എന്തിനാന്ന് ചോദിച്ചാൽ, എൻ്റെ ഒരു കേസിൽ ഇതിന് വേറെ എന്തെങ്കിലും ഒന്നും ഉണ്ടാവില്ല. ഈ +2ൽ പഠിച്ച് നിങ്ങൾ സ്കോർ ചെയ്ത്, അതായത് നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന റാങ്കറായി എന്ന് വിചാരിച്ചോളി. ആ റാങ്കറായ ആ ഒരു രീതിക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിൽ അപ്ലൈ ചെയ്ത സ്ട്രാറ്റജീസ്, പഠിക്കാൻ വേണ്ടിയിട്ട് കണ്ടെത്തിയ നേരം, ടൈം ടേബിൾ കാര്യങ്ങൾ, അതൊക്കെ നിങ്ങൾക്ക് എന്താക്കുക, ഈ എൻട്രൻസിന് നേരെ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് അതിന് ഉപകാരമാവും. മനസ്സിലായോ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഓരോ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് 10th ഒരു ടേണിംഗ് പോയിന്റ് ആണ് നാട്ടുകാർ പറയുന്നത്, അല്ല നമ്മൾ കുടുംബക്കാർ പറയുന്നേ. കാരണം +2 അടുത്ത ടേണിംഗ് പോയിന്റ്. ഇങ്ങനെ ഓരോ ടേണിംഗ് പോയിന്റ് ഉള്ളതുകൊണ്ട് എന്താണ്, നമുക്ക് എങ്ങനെയാണ് എക്സ്പീരിയൻസ്, അതായത് ഒരു പബ്ലിക് എക്സാം എങ്ങനെ ഫേസ് ചെയ്യണം നമുക്കുള്ളൊരു ഐഡന്റിറ്റി. അല്ലാണ്ട് നേരെ നിങ്ങൾ 10 വരെ, നമ്മൾ 6ാം ക്ലാസ് വരെ 7ാം ക്ലാസ് വരെ പഠിച്ച രീതിയിൽ തന്നെ +2 വരെ പഠിച്ച് പോകണമെന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു എൻട്രൻസ് മുമ്പൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും അറിയില്ല. ഈ എൻട്രൻസിനൊക്കെ എന്തോ ലിമിറ്റ് ഉണ്ട്, എത്ര എൻട്രൻസ് ഒക്കെ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതാദ്യം മനസ്സിലാക്കുന്നത്, നിങ്ങൾ എൻട്രൻസ് വഴിയാണ് മെറിറ്റിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അല്ലാന്നുണ്ട് ചിലവരുണ്ട്, ഇപ്പോൾ ഈ മെറിറ്റിൽ പറഞ്ഞാൽ എത്ര കട്ട് ഓഫ് ഉണ്ട്, ഇത്ര ലക്ഷം പേര് എഴുതുന്നതിൽ ഇത്ര കുട്ടികളെയാണ് ഇന്ന കോളേജിൽ കൊടുക്കുകയുള്ളൂ, അങ്ങനത്തെ ഒരു ഇതുണ്ട്. അപ്പോൾ അവനവൻ്റെ ഒരു ബോധം ഉണ്ടാവില്ല. ഇപ്പോൾ മക്കൾക്ക് അല്ലെങ്കിൽ പാരൻസിന് മക്കളെ ഒരു ബോധം ഉണ്ടാവില്ല, എന്തായാലും എൻ്റെ കുട്ടിക്ക് ഇന്ന കോളേജിൽ നിന്ന് കിട്ടാൻ ചാൻസ് ഇല്ല, ഇത്ര പഠിപ്പില്ല. സംഭവം ഇപ്പോൾ റീൽസിലും അല്ലെങ്കിൽ മോട്ടിവേഷൻ്റെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും, മോട്ടിവേഷനാണ് അങ്ങനെയൊന്നും വിചാരിക്കാൻ പാടില്ല, നമ്മൾ വിചാരിച്ച കിട്ടാത്തായിട്ടൊന്നുമില്ല. എനിക്കിപ്പോൾ പഠിച്ചാലും ഒന്നും പാസ്സാവൂല, എനിക്ക് പാസ്സാവാനുള്ള ആ ഒരു ട്രസ്റ്റ് എനിക്ക് ഇന്ത്യയിൽ തന്നെ പോയെന്ന് വിചാരിച്ചോളൂ. പിന്നെ നിങ്ങൾ ആരൊക്കെ എന്ത് പറഞ്ഞാലും ഞാൻ പഠിച്ചാൽ എന്നെ കൊണ്ട് പാസ്സാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഇൻസിഡൻറ്റ് കൊണ്ട് ഞാൻ തന്നെ എൻ്റെ അക്സെപ്റ്റൻസ് ഞാൻ ബ്രേക്ക് ചെയ്ത് കണ്ട് ഞാൻ തന്നെ പുറത്തു വന്ന് കണ്ട് പിന്നെ പഠിക്കണം. അല്ലാണ്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്തു ഞാൻ പഠിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ നല്ല വേറെ എന്ത് മോട്ടിവേഷൻ റീൽസ് ഷെയർ ചെയ്ത് തന്നിട്ടും കാര്യമില്ല, ഞാൻ എന്തായാലും പാസ്സാകാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനത്തെ വ്യക്തി ഉണ്ടാവില്ല, അതായത് എന്തായാലും ഇവിടെ എത്താൻ പോകുന്നില്ല, ഇനി മാനേജ്മെന്റ് സീറ്റ് തന്നെ എടുക്കണം എന്നുള്ളവരുണ്ടാവില്ലേ. അത് എങ്ങനത്തെ കോളേജ്, ഡിമാൻഡഡ് കോളേജ്, അതായത് നിങ്ങൾ അന്വേഷിച്ചിട്ട് നല്ല കോളേജാണ് കണ്ടെത്തിയിരിക്കുന്നത്, ആ കോളേജിൽ നല്ല സീറ്റ് പെട്ടെന്ന് അഡ്മിഷൻ ഫില്ലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ബുക്ക് ചെയ്യണമാണ് നല്ലത്. അതായത് രജിസ്ട്രേഷൻ ഫീസ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് സീറ്റ് ബുക്ക് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് BCAക്ക് ഇപ്പോൾ എൻ്റെ കോളേജ് എടുത്തു. അപ്പോൾ എല്ലാത്തിലും ആചാര്യ കോളേജാണ് എടുത്തിടുന്നത്, കാരണം ഞാൻ പഠിച്ച കോളേജാണ്. എന്തായാലും എനിക്ക് എല്ലാ കോളേജിനെ കുറിച്ച് ഒരു വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആചാര്യ കോളേജിൽ BCAക്ക് ഇപ്പോൾ ഒരു 40-50 സീറ്റുള്ളൂ വിചാരിച്ചോളൂ. 50 സീറ്റിൽ എന്താണ്, 50 സീറ്റിൽ പെട്ടെന്ന് 50 സീറ്റേ ഉള്ളൂ ആകെ. അതിലിപ്പോൾ ഈ കേരളത്തിൽ തന്നെ എത്ര കുട്ടികളുണ്ട്, ആ കുട്ടികൾക്ക് എന്താണ് അഡ്മിഷൻ +2 റിസൾട്ട് വരുമ്പോഴത്തേന് അഡ്മിഷൻ എടുക്കുമ്പോൾ ഒരു 30-40 സീറ്റ് ഫില്ലായിട്ടുണ്ടെന്ന് വിചാരിച്ചോളൂ. അതായത് ഇത് ഫില്ലാവുന്ന മനസ്സറിയണ്ട. അതായത് കോളേജ് അത്യാവശ്യം ഫേമസ് ആണ്, ഡിമാൻഡഡ് ആണ്, കോഴ്സ് ഡിമാൻഡഡ് ആണ്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കും. അപ്പോൾ ഈ +2 റിസൾട്ട് വരാൻ കാത്തുനിന്നുകൊണ്ട് അത് കയറാൻ നിൽക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് സീറ്റിന് ചിലപ്പോൾ 1 ലക്ഷം 2 ലക്ഷം ഡൊണേഷൻ പറയും. അതെന്താണെന്ന് വെച്ചാൽ, ഈ
+2 റിസൾട്ട് വരുന്ന ടൈമിലാണ് കുറേ കുട്ടികൾ ഈ അഡ്മിഷനെ കുറിച്ച് ചിന്തിക്കുക. ചിലവർ വേറെ എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്രയും സമയം ഉണ്ടെങ്കിൽ വെറുതെ ടൈം കളഞ്ഞവരുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് കേരളം മൊത്തത്തിൽ പബ്ലിക് എക്സാം കഴിഞ്ഞിരിക്കുന്ന സമയമാണ്, ഫുൾ ആവശ്യക്കാരെ കയറാം. അപ്പോൾ ആ ഒരു ടൈമിൽ ഈ 50 സീറ്റുള്ള ഈ പറഞ്ഞ കോളേജിൽ 35 സീറ്റ് ഫില്ലായിക്കൊണ്ടെന്ന് വിചാരിച്ചോളി. ഇതേപോലെ പ്രീ ബുക്കിംഗ് ചെയ്ത് കണ്ട് ബാക്കി 15 സീറ്റേ ബാക്കിയുള്ളൂ. ആ 15 സീറ്റിന് ഇവിടെ ആവശ്യക്കാരെത്രയാ? ആ +2 സ്റ്റുഡൻസ് മൊത്തം കഴിഞ്ഞ കുട്ടികളുണ്ട്, എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവരെന്താക്കും, ഈ 15 സീറ്റിക്ക് ആവശ്യക്കാർ 100 എണ്ണം ഉണ്ടെന്ന് വിചാരിച്ചോളി. ഇതൊക്കെ ഒരു മിനിമം കണക്കാണ് അറിയുന്നത്. ഈ 100 ആൾക്കാർക്ക് ആകെയുള്ളത് 15 സീറ്റാണ്. അപ്പോൾ ഇവരെന്താക്കും, ഈ കോളേജിൽ എന്താക്കും, ഓരോ സീറ്റിന് 15 സീറ്റിന് 3 ലക്ഷം രൂപ ഡൊണേഷൻ വെക്കും. ഈ ഫീസിന്റെ ഓൾറെഡി ഉള്ള ഫീസിന്റെ 35 ആൾക്കാർ ഈ സെയിം ഫീസിൽ എടുത്തിട്ടുണ്ടാവുക. ഈ ബാക്കിയുള്ള 15 സീറ്റ് എന്താക്കും, ഇവര് 3 ലക്ഷം രൂപ ഈ ഫീസിന്റെ പുറമെ ഡൊണേഷൻ വെക്കും. അപ്പൊ ഈ 100 ആവശ്യക്കാരുള്ളത് എന്തായാലും വെട്ടി ചുരുങ്ങിക്കാണ്ട് ഒരു 20 ആവും. 3 ലക്ഷം എല്ലാവരും കൊടുത്ത് ആ പൈസക്ക് ചിലപ്പോൾ വേറെ പ്രീമിയം കോളേജ് പഠിക്കാം. പക്ഷെ 20 ആവും. പക്ഷെ എന്നാലും 5 സീറ്റ് ബാക്കിയാണ്. 15 സീറ്റ് ആവുള്ളൂ. 5 ആൾക്കാർ പിന്നെയും വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. അപ്പൊ അതാ പറഞ്ഞു. അപ്പൊ ഈ 3 ലക്ഷം, അപ്പൊ എത്ര 15 സീറ്റ് 3 ലക്ഷം വെച്ച് കണ്ട് എക്സ്ട്രാ എത്ര കിട്ടിയെന്നൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ അങ്ങനെയാണ് ഈ ഡൊണേഷന്റെ സ്കീം വരുന്നത്. അത് ഞാൻ ഓൾറെഡി ആദ്യം പറഞ്ഞുതരാം. അപ്പൊ നിങ്ങളോട് ഞാൻ പറയുന്നത് ഈ 35 ഉൾപ്പെടാനാ പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം, ഏതെങ്കിലും ലോക്കൽ കോളേജ്, അതായത് നിങ്ങൾ +2 എക്സാം ഒക്കെ റിസൾട്ട് ഒക്കെ വന്നതിന് ശേഷം ഡൊണേഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കോളേജ് പറഞ്ഞാൽ അതിന് അത്ര ഡിമാൻഡ് ഇല്ല, കോളേജിന് ആവശ്യക്കാർ കുറവാ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നേരെ മറിച്ച് ബാക്കിയുള്ള അതിന്റെ തൊട്ടപ്പുറത്തെ കോളേജിൽ സീറ്റ് ഫില്ലാവുന്നുണ്ട് ഈ എക്സാമിന്റെ മുമ്പ് തന്നെ. അതെന്തുകൊണ്ടാണ് അത്രയും കോളേജിൽ അത് ആവശ്യപ്പെടുന്നുണ്ട്, ആ കോളേജ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കോളേജിലേക്ക് പഠിക്കണം എന്നുള്ളവർക്കാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഏതെങ്കിലും കോളേജിലൊക്കെ അങ്ങനെ തട്ടിമുട്ടി പോയാൽ മതി എന്നുള്ളവർക്ക് ബാധകമല്ല. അപ്പൊ അതാണ് എനിക്ക് ആ കുട്ടികളോട് പറയാനുള്ളത്. അതായത് +2 മാർക്കും ഒന്നും കാത്തിക്കേണ്ട ആവശ്യമില്ല. എങ്ങനത്തെ കുട്ടികൾക്ക് മെറിറ്റിൽ അല്ലാണ്ട് സീറ്റ് എടുക്കുന്ന കുട്ടികൾക്ക് ഞാൻ പറയുന്നത്. ഇനി അടുത്ത കാര്യം, ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യുന്ന കാര്യം. അല്ലെങ്കിൽ വേണ്ടത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം, കാരണം ഇപ്പൊ തന്നെ ലെങ്തി വീഡിയോ ആയിക്കാണ്, 7 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അധികം നീട്ടുന്നില്ല. എന്തായാലും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഇതെന്തായാലും ഈ കുട്ടികൾ വേണമെന്നുണ്ടെങ്കിൽ പാരൻസിനൊന്ന് കാണിച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിലും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. എന്തായാലും മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ നിങ്ങൾക്ക് എന്തിനെ കുറിച്ചാണ് അറിയേണ്ടത്, എന്തിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ഇട്ടോളി. ആരും കമന്റ് കാര്യങ്ങളൊന്നും ഇടലുണ്ട്, പക്ഷെ എന്നാലും കൂടുതൽ ഇട്ടുള്ളൂ. എനിക്കൊണ്ട് അധികം വ്യൂസ് വരാത്തതുകൊണ്ടേ കാരണം. എന്തായാലും ഇൻഷാ അല്ലാഹ് ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്ന സപ്പോർട്ടും കാര്യങ്ങളും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ, ഗുഡ് നൈറ്റ്.